ഓപ്പൺ ഓഫീസ് റൈറ്ററിലെ മറ്റൊരു സൗകര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അത് ഫോർമാറ്റ് മെനുവിലുള്ള ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് എന്ന് പറയുന്ന ഒരു സൗകര്യമാണ്. നമ്മൾ നേരത്തെ ചെയ്ത 2 പാരഗ്രാഫുകളാണ് ഇത്, നമുക്കറിയാം. ഇതിന് താഴെയായിട്ട് കുറച്ച് പോയിൻ്റുകൾ നമുക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ പോയിൻ്റുകൾ കൊടുക്കുന്ന സമയത്ത് അതിനെ നമ്പർ ഇടാം, അല്ലെങ്കിൽ ചില അടയാളങ്ങൾ കൊടുക്കാം. അതെങ്ങനെ ചെയ്യുന്നു എന്നാണ് ഈ ബുള്ളറ്റ് നമ്പറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ പാരഗ്രാഫിന്, ഈ രണ്ടാമത്തെ പാരഗ്രാഫിന് താഴെയായിട്ട് കേഴ്സർ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. താഴെയായിട്ട് നിൽക്കണം. കേഴ്സറിനെ വീണ്ടും താഴത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ എൻ്റർ കീബോർഡിലുള്ള എൻ്റർ കീ അമർത്തിയാൽ മതി. അതിനനുസരിച്ച് ഓരോ പ്രാവശ്യം എൻ്റർ കീ അമർത്തുമ്പോഴും കേഴ്സർ താഴത്തേക്ക് വരും. ഇങ്ങനെ വന്ന കേഴ്സറിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ എന്താ ചെയ്യുക? നമ്മുടെ കീബോർഡിൽ തന്നെയുള്ള ബാക്ക് സ്പേസ് എന്നിട്ടൊരു കീ ഉണ്ട്. ആ ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ഈ കേഴ്സറും മുകളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ കേഴ്സർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഫോർമാറ്റിൽ പോയിട്ട് ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് എടുക്കുന്നു. ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ്, ഫോർമാറ്റ് ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ്. അങ്ങനെ ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് എടുത്തപ്പോൾ ഒരു വിൻഡോ വരുന്നു. അതിൽ കുറേ ടാബുകളുണ്ട്. ബുള്ളറ്റ്, നമ്പറിങ്, ഔട്ട്ലൈന്, ഇമേജ്, പൊസിഷൻ, കസ്റ്റമൈസ്. നമുക്ക് ഇപ്പോൾ ബുള്ളറ്റ് എന്നുള്ള ടാബാണ് ഓൺ ആയിരിക്കുന്നത്. നമ്പറിങ് കൊടുക്കുകയാണെങ്കിലോ ഇത് ഇങ്ങനെ നമ്പറിങ്, പല രീതിയിലുള്ള നമ്പറിങ് വരുന്നുണ്ട്. പിന്നെ ഇമേജ് ഉണ്ട്, ഔട്ട്ലൈൻ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ബുള്ളറ്റ് എടുത്തു. ആ ബുള്ളറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ പല രീതിയിലുള്ള പോയിൻ്റുകൾ കാണുന്നുണ്ടല്ലോ. അതിൽ നമ്മൾ രണ്ടാമത്തെ ബോക്സ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു. കണ്ടോ, അവിടെ ഒരു ഒരു ഡോട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആവശ്യമായത് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കാര്യമുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാരുടെ പേരുകളാണ് ടൈപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോയിൻ്റുകളാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിൻ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റർ കീ അമർത്തിയാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് ബുള്ളറ്റ് നമ്പറിങ്ങിൽ ഏത് കോളാണ്, ഏത് രീതിയിലുള്ള ബുള്ളറ്റ് നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അത് അവിടെ വരും. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ടൈപ്പ് ചെയ്തു. ഇനിയും പോയിൻ്റ് ഉണ്ട്, വെറുതെ എൻ്റർ അമർത്തിയാൽ മതി അല്ലേ. ഇനിയും പോയിൻ്റുകളുണ്ട്, എൻ്റർ അമർത്തുക. ഇനി നമ്മൾ ഒരു പോയിൻ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എൻ്റർ അമർത്തി. പിന്നെയാണ് നമുക്ക് വിചാരിച്ചത് അവിടെ ഒന്നും എഴുതാനില്ല. അപ്പോൾ ആ ബുള്ളറ്റ് അവിടെ നിൽക്കുകയല്ലേ, അതിനെ ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ട് നമ്മുടെ കീബോർഡിലുള്ള ബാക്ക് സ്പേസ് ഒരു പ്രാവശ്യം അമർത്തി കഴിഞ്ഞാൽ അവ പോയിക്കോളും. ഇങ്ങനെ നമുക്ക് ബുള്ളറ്റ് ആൻഡ് നമ്പർ ഉപയോഗിക്കാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഫോർമാറ്റിൽ പോയിട്ട് ബുള്ളറ്റ് ആൻഡ് നമ്പറിങ് എടുത്തിട്ട് ഇനി നമ്മൾ നമ്പറിങ് എടുത്തു. എന്നിട്ട് അതിലേത് ABC അത് ഒന്ന് തന്നെ ആയിക്കോട്ടെ, ഒന്നാമത്തെ ഈ രീതിയിലുള്ള നമ്പറിങ് നമ്മൾ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. കണ്ടോ, അപ്പോൾ ഒന്ന് വന്നിരിക്കാനുണ്ടല്ലേ. ഒന്ന് കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ, ഹാഫ് ബ്രാക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ആവശ്യമായ കാര്യം ടൈപ്പ് ചെയ്തു. ഒന്നാമത്തെ പോയിൻ്റ് ടൈപ്പ് ചെയ്തു. എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2 വരുന്നു. വീണ്ടും എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2 വരും. വീണ്ടും എൻ്റർ അടിച്ചു, പക്ഷെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. കേഴ്സർ താഴത്തേക്ക് കൊണ്ടുവരാൻ നമുക്കറിയാം. എൻ്റർ അമർത്തിയാൽ മതി. വീണ്ടും നമ്മൾ മറ്റൊരു രീതി നോക്കാം. ഫോർമാറ്റിൽ പോയി ബുള്ളറ്റ് ആൻഡ് നമ്പറിങ് എടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് ഇമേജുകളാണ്. ഇങ്ങനത്തെ ഇമേജുകളാണ്. സ്റ്റാർ എടുക്കാം. അപ്പോൾ സ്റ്റാർ സെലക്ട് ചെയ്തു, ഓക്കെ അടിച്ചു. കണ്ടോ, സ്റ്റാർ വന്നു. അവിടെ നമുക്ക് ആവശ്യമായ കാര്യം ടൈപ്പ് ചെയ്തു. വീണ്ടും പോയിൻ്റ് ഉണ്ട്, വീണ്ടും ഒരു പോയിൻ്റ് കൂടെ നമുക്ക് കൊടുക്കണം. ടൈപ്പ് ചെയ്തു, എൻ്റർ അമർത്തി. ഓട്ടോമാറ്റിക്കായിട്ട് താഴത്തേക്ക് വന്നു. ഈ രീതിയിൽ നമുക്ക് ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് എന്നുള്ള സൗകര്യം ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഉപയോഗിക്കാം.